ഒരു സമൂഹ വിവാഹത്തിൽ വെച്ച് വിക്കിയും വിദ്യയും കല്യാണം കഴിച്ചു. കല്യാണ കമ്മിറ്റി ഒരുക്കിയ ഒരു ഹോട്ടൽ മുറിയിൽ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ ഹണിമൂൺ ആഘോഷിക്കാൻ അവർ ഗോവയിലേക്ക് എത്തി. ഹണിമൂൺ മെമ്മറബിൾ ആക്കാനും ഭാവിയിൽ അത് റിപ്പീറ്റ് അടിച്ച് കാണാനും അന്നത്തെ രാത്രിയിലെ വീഡിയോ അവർ റെക്കോർഡ് ചെയ്തു. പിന്നീട് വീട്ടിലേക്ക് എത്തി ആ വീഡിയോ ഒരു CD-യിലാക്കി അത് TV-യിലിട്ട് കണ്ടവർ പുളകം കൊള്ളാൻ തുടങ്ങി. ഇതിനിടയിൽ അവരുടെ മുത്തശ്ശൻ റൂമിലേക്ക് വന്നതും വിക്കി ഓടിച്ചെന്ന TV ഓഫ് ആക്കി. മുത്തശ്ശന് കാഴ്ചക്കുറവുള്ളതുകൊണ്ട് ആ വീഡിയോയിലെ ഒന്നും ക്ലിയർ ആകാഞ്ഞത് കാരണം തൽക്കാലം രക്ഷപ്പെട്ടവർ അന്നത്തെ പുളകം കൊള്ളൽ അവസാനിപ്പിച്ച് നേരെ കിടന്നുറങ്ങി. എന്നാൽ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് അവരുടെ വീട്ടിൽ ഒരു കള്ളൻ കയറിയെന്നും ടിവിയും CD പ്ലെയറും ഉൾപ്പെടെ നിരവധി സാധനങ്ങൾ അടിച്ചുകൊണ്ടുപോയെന്നും അവരറിഞ്ഞത്. ആ CD പ്ലെയറിനുള്ളിൽ അവരുടെ ഹണിമൂൺ CD ഉള്ളതിനാൽ അത് പുറത്ത് ലീക്ക് ആകുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ടത് അവരുടെ ആവശ്യമായി മാറി. ആ നാട്ടിൽ രഹസ്യമായി പടത്തിന്റെ CD വിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്നും മുഴുവൻ CD വാങ്ങി തന്റെ വീഡിയോ അതിലുണ്ടോ എന്ന് അവൻ ചെക്ക് ചെയ്തു. പക്ഷെ അതിലൊന്നും ഇല്ലാഞ്ഞതോടെ CD ലീക്ക് ആയിട്ടില്ലെന്നും കള്ളൻ കൊണ്ടുപോയ CD പ്ലെയറിൽ തന്നെ അത് ഉണ്ടാകുമെന്നും അവൻ ഊഹിച്ചു. അങ്ങനെ കള്ളനെ തേടിയുള്ള അന്വേഷണത്തിൽ ഒരു ഹോട്ടൽ മുറിയിൽ അവൻ ആ കള്ളനെ കണ്ടെത്തിയെങ്കിലും അപ്പോഴേക്കും അയാൾ മരണപ്പെട്ടിരുന്നു. പക്ഷെ തന്റെ CD പ്ലെയർ ആ റൂമിൽ കണ്ടതും പോലീസ് വരുന്നതിന് മുന്നേ അവനതെടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ നിർഭാഗ്യത്തിന് ആ CD പ്ലെയറുമായി അവൻ പോലീസിന്റെ കയ്യിലകപ്പെട്ടതും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ CD-യിൽ എന്താണെന്ന് അറിയാൻ അവരത് പ്ലേ ചെയ്തു. പക്ഷെ അതിൽ അവന്റെ വീഡിയോക്ക് പകരം മറ്റൊരു കപ്പിൾസിന്റെ വീഡിയോ ആയിരുന്നു ഉണ്ടായത്. അതോടെ തങ്ങളുടെ CD മറ്റെവിടെയോ ആണെന്ന് മനസ്സിലാക്കിയവൻ പിന്നീട് സ്റ്റേഷനിൽ നിന്നും ചാടി വീണ്ടും അന്വേഷണം തുടങ്ങി. ഇതിനിടയിൽ നിങ്ങളുടെ ഹണിമൂൺ CD ഞങ്ങളുടെ കയ്യിലുണ്ടെന്നും 2 ലക്ഷം രൂപ തന്നാൽ അത് തിരിച്ചു നൽകാമെന്നും പറഞ്ഞ് വിക്കിയുടെ ഭാര്യയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു. അതോടെ എങ്ങനെയൊക്കെയോ പണം സംഘടിപ്പിച്ച് അവർ പറഞ്ഞ ലൊക്കേഷനിലെത്തി വിക്കി ആ CD കൈപ്പറ്റി. എന്നാൽ വീട്ടിൽ ചെന്ന CD പ്ലേ ചെയ്തതും അതിൽ അവരുടെ ഹണിമൂൺ വീഡിയോക്ക് പകരം കല്യാണം കഴിഞ്ഞ ദിവസം അവരൊരിക്കൽ ഹോട്ടൽ മുറിയിൽ വെച്ച് നടന്ന ഇവരുടെ ഫസ്റ്റ് നൈറ്റിന്റെ വീഡിയോ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അതോടെ ആ സമൂഹ വിവാഹം നടത്തിയ ആൾ ഹോട്ടൽ മുറികളിൽ ഒളിക്യാമറ വെച്ച് നവദമ്പതികളുടെ ആദ്യരാത്രി വീഡിയോ എടുക്കാറുണ്ടെന്ന് അവർ മനസ്സിലാക്കിയതും അടുത്തൊരു സമൂഹ വിവാഹത്തിന് അയാളുടെ ആ പണി അവർ അവസാനിപ്പിച്ചു. അങ്ങനെ ആ പ്രശ്നം സോൾവ് ആയെങ്കിലും തങ്ങളുടെ ഹണിമൂൺ CD ഇപ്പോൾ എവിടെയായിരിക്കുമെന്ന് അവർ കൂലങ്കശമായി ചിന്തിച്ചിരുന്നപ്പോഴാണ് അവരുടെ ബെഡിന്റെ അടിയിൽ നിന്നും ആ വീട്ടിലെ ചെറുക്കന് അവരുടെ CD ലഭിച്ചത്. ശരിക്കും കള്ളനെന്ന് CD പ്ലെയർ അടിച്ചു മാറ്റുമ്പോൾ അതിൽ നിന്നും തെറിച്ചു വീണ CD ഇത്രയും നാളും അവരുടെ ബെഡിന്റെ അടിയിൽ തന്നെ ഉണ്ടായിരുന്നു.